ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. നമ്മൾ ഇന്നിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LP-UP ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസും അവയ്ക്ക് പറയാൻ സാധിക്കുന്ന ഉത്തരങ്ങളുമാണ്. നിലവിൽ നടന്നിരിക്കുന്ന LPSA ചോദ്യങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മളോട് ചോദിക്കുന്നത് പ്രൈമറി ക്ലാസ്സുകളിലെ സംഖ്യാബോധത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 1ാം ക്ലാസ്സിൽ എത്ര വരെയാണ് നമ്മൾ സംഖ്യ പഠിപ്പിക്കുന്നത്, അങ്ങനെ 4ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ LPSAയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1ാം ക്ലാസ്സിൽ 20 വരെ സംഖ്യകളുടെ വ്യാഖ്യാനമാണ് നടക്കുന്നത്. 1ാം ക്ലാസ്സിൽ 20 വരെ സംഖ്യകളുടെ വ്യാഖ്യാനമാണ് നടക്കുന്നത്. നമ്മൾ ഓർത്തു വെക്കുക. പ്രായോഗിക സന്ദർഭങ്ങളിലൂടെയും കളികളിലൂടെയും സംഖ്യകൾ താരതമ്യം ചെയ്യുകയും കൂട്ടങ്ങളാക്കുകയും എണ്ണൽ സംഖ്യയുടെ പ്രത്യേകതകൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഒറ്റ, ഇരട്ട, വലുത്, ചെറുത്, ഇടത്, വലത് തുടങ്ങിയ സ്ഥാനം അവതരിപ്പിക്കുന്നു. സംഖ്യകളിൽ ഒറ്റയേത്, ഇരട്ടയേത്, വലുതേത്, ചെറുതേത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ 1ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ദിശാരൂപങ്ങൾ പരിചയപ്പെടുത്തുന്നു. സംഖ്യകളുടെ ആരോഹണം, അവരോഹണ ക്രമം ക്രമീകരിക്കൽ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കളികളിലൂടെയും മനഗണിതത്തിനും അവസരം നൽകുന്നു. അപ്പം 1ാം ക്ലാസ്സിൽ നമ്മൾ മാത്സിൽ അല്ലെങ്കിൽ ഗണിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഓർത്തു വെക്കേണ്ടത് 20 വരെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്നുള്ളതാണ്. 20 വരെയാണ് നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. ഇത്രയാണ് നമ്മൾ 1ാം ക്ലാസ്സിൽ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് 2ാം ക്ലാസ്സിലെ നോക്കാം. 2ാം ക്ലാസ്സിൽ നമ്മൾ 100 വരെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം 1ാം ക്ലാസ്സിൽ 20 വരെ പഠിച്ചു വന്നൊരു കുട്ടിയെ നമ്മൾ 2ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കും 100 വരെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത് 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് വ്യാഖ്യാനം, സങ്കലനം, വ്യവകലനം, പ്രായോഗിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിവിധ രൂപങ്ങൾ, അതായത് നമ്മൾ ചതുരം അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ 2ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. താരതമ്യം, നീളം, അളവ് എന്നിവ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവസരം ലഭിക്കുന്നു. 2 അക്ക സംഖ്യകൾ 1കളും 10കളുമായി സൂചിപ്പിക്കൽ, വിവിധ രീതിയിൽ സംഖ്യകളെ വ്യാഖ്യാനിക്കൽ എന്നിവയുടെ അനുഭവങ്ങളും ലഭിക്കുന്നത് 2ാം ക്ലാസ്സിലാണ്. ഇനി നമുക്ക് 3ാം ക്ലാസ്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. 3ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 1000 വരെ എത്തുന്നത് 3ാം ക്ലാസ്സിലാണ്. അത് ഓർത്തു വെക്കുക. അപ്പോൾ 1ാം ക്ലാസ്സിൽ 20 വരെ, 2ാം ക്ലാസ് വരുമ്പോൾ 100 വരെ, 3ാം ക്ലാസ്സിൽ 1000 വരെ എത്തും. അപ്പം ആ 1000 വരെയുള്ള സംഖ്യകളുടെ വ്യാഖ്യാനം, സങ്കലനം, വ്യവകലനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിനുശേഷം രൂപങ്ങൾ താരതമ്യം ചെയ്യൽ, നീളം, ഉള്ളളവ് അല്ലെങ്കിൽ മഴപാമ്പിന് നിർമ്മാണം, മഴയുടെ വെള്ളം എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അത് അളക്കാനുള്ള കാര്യങ്ങളും, പിന്നെ കലണ്ടർ, നാണയം എന്നിവ ഉൾപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രായോഗിക പ്രശ്നം നിലനിർത്താനും ഇടപെടാനും അവസരം ലഭിക്കുന്നു. ആവർത്തന സങ്കലനമാണ്. ഗുണനം എന്ന തിരിച്ചറിവ് 3ാം ക്ലാസ്സിലാണ് ലഭിക്കുന്നത്. അപ്പം ഗുണനം എന്ന ആശയം നമ്മൾ പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിലാണെന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത നമുക്ക് 4ാം ക്ലാസ് നോക്കാം. 4ാം ക്ലാസ്സിൽ 1000 വരെയുള്ള സംഖ്യകളുടെ വ്യാഖ്യാനമാണ് നടക്കുന്നത്. 10000 വരെയുള്ള സംഖ്യകളുടെ വ്യാഖ്യാനമാണ് നടക്കുന്നത്. അപ്പം ഓർത്തു വെക്കുക, നമ്മൾ 4ാം ക്ലാസ്സിലാണ് 10000 വരെ എത്തുന്നത്. പിന്നെ അത്രയും സംഖ്യകൾ ഉപയോഗിച്ചുള്ള ചതുഷ്ക്രിയകൾ, അപ്പം അവിടെ ഹരണം കയറി വരുന്നുണ്ട്. ആവർത്തന വ്യവകലനമാണ് ഹരണം എന്ന കാര്യം 4ാം ക്ലാസ്സിലാണ് കടന്നു വരുന്നത്. അതുപോലെ സമയം, കലണ്ടർ, ക്ലോക്ക്, മണിക്കൂർ, സ്ഥാനവില, ചതുരം, ചുറ്റളവ്, നാണയം, നോട്ടുകൾ, കച്ചവട ബാങ്ക് തുടങ്ങിയ പ്രായോഗിക സന്ദർഭങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. അപ്പം 4ാം ക്ലാസ് വരെയുള്ള സംഖ്യാബോധം ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞ് അല്ലെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് മാത്സ് മെയിനായിട്ട് ഡിഗ്രി എടുത്തവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഇത് ആവർത്തിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ ഈ ഒരു, പ്രത്യേകിച്ച് ഓരോ ക്ലാസ്സിലും എത്ര സംഖ്യകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് നന്നായിട്ട് ഇൻ്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.